Playing. Good morning. Good morning, ma'am. Good morning, Good ma'am. morning. Morning, ma'am. Morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, all of you. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആരാണ് പ്രെയർ ചെയ്യുന്ന ആരാ? മാം ഞാനാണ് ലിൻസി. ലിൻസി. ഓക്കെ. God is always near me, hearing what I say, knowing all my thoughts and deeds, all my work and play. God is always near me in the darkest night. He can see me just the same as by morning light. God is always near me, though so young or small, every thought and word and deed, but God knows it all. But God knows it all. ഓക്കെ. സൈൻ ഇൻ ആരാ? മാം ഞാനാണ്. ഓക്കെ. ഗുഡ് മോർണിംഗ് മാം ആൻഡ് ഗുഡ് മോർണിംഗ് എവരിവൺ. ഇന്ന് ഏപ്രിൽ 2 വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ ആയിട്ട് ആചരിക്കുന്നു. ഓട്ടിസത്തെ പറ്റിയുള്ള അവബോധം സമൂഹത്തിലെ എല്ലായിടത്തേക്കും എത്തിക്കുക, അതുപോലെ ഇങ്ങനെയുള്ളവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താതെ ചേർത്ത് പിടിക്കുക എന്നതാണ് ഈ ഒരു ദിവസത്തിന്റെ പ്രാധാന്യം. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നത് തലച്ചോറിന്റെ വികസനത്തെ ബാധിക്കുന്ന ഒരവസ്ഥയാണ്. സാമൂഹികവും ആശയവിനിമയപരവും പെരുമാറ്റപരവുമായ രീതികളെയൊക്കെ ഇത് ബാധിക്കാറുണ്ട്. ഓട്ടിസത്തെ ഒരു രോഗമായിട്ട് പറയാൻ പാടില്ല. ഓട്ടിസം ഒരു അവസ്ഥയാണ്. ഇങ്ങനെയുള്ള കുട്ടികൾ 3 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ അവരുടെ വളർച്ചയിലുള്ള അസാധാരണത്വം കണ്ടുവരാറുണ്ട്. അതായത് അവർ മറ്റുള്ളവരോട് ഇടപഴകുന്ന രീതി, പെരുമാറുന്ന രീതിയെല്ലാം വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെ ആവർത്തിച്ചുള്ള പെരുമാറ്റ രീതികളുമാണ് ഇവരുടേത്. സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള കുട്ടികളിൽ 3 വയസ്സിന് മുമ്പ് തന്നെ ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമാകാറുണ്ട്. എങ്കിലും ചില കുട്ടികളിൽ നോർമൽ രീതിയിൽ തന്നെ
വളർച്ച ഉണ്ടാവുകയും പിന്നീട് പെരുമാറ്റ രീതികളിൽ ബുദ്ധിമുട്ട് കാണാറുമുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് വേഗത്തിൽ തിരിച്ചറിയാൻ സാധിക്കുന്നു. പേര് വിളിച്ചാൽ തിരിഞ്ഞു നോക്കാറില്ല, ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാറില്ല, അവരുടേതായ ലോകത്ത് ഒറ്റയ്ക്കിരിക്കാൻ അവർ ശ്രമിക്കാറുണ്ട്. ആൺകുട്ടികളിലാണ് പൊതുവെ ഓട്ടിസം കൂടുതലായി കണ്ടുവരുന്നത്. പഠനങ്ങൾ പറയുന്നത് പെൺകുട്ടികളെ അപേക്ഷിച്ച് 5 ഇരട്ടിയാണ് ആൺകുട്ടികളിൽ ഓട്ടിസം കണ്ടുവരുന്നു എന്നതാണ്. ഇനി നമുക്ക് എന്താണ് ഓട്ടിസത്തിന്റെ കാരണങ്ങൾ എന്ന് നോക്കാം. ജനിതകപരമായ കാരണങ്ങൾ, പരിസ്ഥിതിയിലുള്ള കാരണങ്ങൾ, പ്രഗ്നൻസി ടൈമിൽ അമ്മയുടെ ഇമോഷണൽ സ്റ്റേജ് തുടങ്ങിയവയെല്ലാം ഓട്ടിസത്തിന്റെ കാരണങ്ങളായി പറയാറുണ്ട്. ഏർലി ഏജിൽ തന്നെയുള്ള ഐഡന്റിഫിക്കേഷനും ട്രീറ്റ്മെന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പീഡിയാട്രീഷ്യൻ, ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്നിവരുടെ എല്ലാം ടീം വർക്കോട് കൂടി നമുക്ക് ഇങ്ങനെയുള്ള കുട്ടികളെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. താങ്ക് യു ഓൾ. സൈനിങ് ബൈ നുസ്രത്ത്. നന്നായിരുന്നു കേട്ടോ. റിപ്പോർട്ട് ഞാൻ പറയാം. ഉഷ. Old friends are the gold, new friends are the diamond. You get the diamond, not the do in the forget the gold, because only the gold can gold the diamond. APJ അബ്ദുൽ കലാം. പഴയ സുഹൃത്തുക്കൾ സ്വർണമാണ്, പുതിയ സുഹൃത്തുക്കൾ വജ്രവുമാണ്. നിങ്ങൾ വജ്രം ലഭിച്ചാൽ സ്വർണത്തെ മറക്കരുത്, കാരണം സ്വർണത്തിന് മാത്രമേ വജ്രം വിളിക്കുവാൻ കഴിയുള്ളൂ. ഓക്കെ, നിങ്ങളൊരു ഡ്രാമ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇതിന് റെഡിയാണോ? ഡ്രാമ മുമ്പത്തെ ഏതോ ഒരു ക്ലാസ്സിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പറഞ്ഞ ആളില്ലെന്ന് തോന്നുന്നല്ലേ? ഇല്ല, അത് ജിഷ മാമിന്റെ ക്ലാസ്സിൽ ആ സുരമ്യ ചേച്ചി ചെയ്തായിരുന്നു. പിന്നെ ഒരെണ്ണം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് എന്റെ ക്ലാസ്സിൽ. ഇന്ന് ഇല്ല. ഇന്നില്ല അല്ലേ? ഓക്കെ. പെരുന്നാളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചോ പെരുന്നാള്? അടിച്ചു പൊളിച്ചു. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്ന എന്തായിരുന്നു? റീഡിംഗ് ഹാബിറ്റ് ആയിരുന്നു അല്ലേ? ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് റീഡിംഗ് ഹാബിറ്റ് എന്ന് പറയുന്നത്. അത് ചെറുപ്പത്തിലെ തന്നെ കുട്ടികൾക്ക് നമ്മൾ ബുക്കുകൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവരുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംപ്രൂവ് ആയി വരുന്നത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വളരെ ചെറിയൊരു കുട്ടിയും അതുപോലെ തന്നെ വലിയൊരാളും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അതായത് ചെറുപ്പത്തിലെ നമ്മൾ കുട്ടികൾക്ക് ബുക്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ വലുതാവുമ്പോൾ എന്ത് ചെയ്യും? കുട്ടികള് അതൊരു ഹാബിറ്റ് ആയിട്ട് മാറ്റുകയും അവരുടെ കയ്യിൽ വലിയൊരു ലൈബ്രറി കളക്ഷൻ ഉണ്ടാവുകയും കൂടുതൽ കാര്യങ്ങൾ അവർക്ക്, അതായത് വേൾഡുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുത്തി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയും അതുപോലെ തന്നെ ബുക്കുകളുമായിട്ട് കൂടുതൽ ഇന്ററാക്ഷൻ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ഓക്കെ, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തതാണ് സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം തന്നെയാണ്. പേജ് നമ്പർ എന്ന് പറയാമോ? നമ്പർ 55. താങ്ക്സ് മാം. 55 ആണ് നോക്കൂട്ടോ. കറക്റ്റ് എനിക്ക് അങ്ങനെയാണ് കിടക്കുന്നത്, നിങ്ങൾക്ക് നോക്കൂട്ടോ. 55. ഇതൊന്ന് മൈൻഡിലൊന്ന് എല്ലാവരും റീഡ് ചെയ്യുക, എന്നിട്ട് ഒരാൾ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക കേട്ടോ. എളുപ്പമുള്ളതാണ്. 65 അല്ലേ? 55, 55.
മാം ഞാൻ ക്ലാസ്സിൽ കയറാറില്ല. മാമിന്റെ പേര് അപർണ മാം എന്നല്ലേ? എന്താ? ഞാൻ ക്ലാസ്സിൽ കയറാറില്ലായിരുന്നു. ഞാൻ റെക്കോർഡ് ക്ലാസ് ആയിരുന്നു കാണുന്നത്. സ്കൂളിൽ ടീച്ചറായിരുന്നേ. അപ്പോൾ ഇപ്പൊ സ്കൂൾ അടച്ചത് മുതൽ എനിക്ക് ക്ലാസ് കൂടാൻ പറ്റുന്നത്. മാമിന്റെ പേര് അപർണ എന്നല്ലേ? അല്ലല്ല, അശ്വതി എന്നാണ് കേട്ടോ. അപർണ മിസ് ഉണ്ട്. മിസ്സിന്റെ ക്ലാസ് എന്നാണ് വരുന്നതെന്ന് എനിക്ക് അറിയില്ല. എന്റെ പേര് അശ്വതി എന്നാണ്. ഓക്കെ. ഞാൻ സബ്ജക്റ്റിൽ പേര് എഴുതിയിരിക്കുന്ന ഓരോ ടീച്ചറിന്റെ പേര് ഇരിക്കുന്ന അത് ബുക്ക് എടുക്കാൻ ചോദിച്ചു. അപ്പൊ എനിക്ക് അറിയാം, മാമിനെ അറിയാം. ഞാൻ റെക്കോർഡ് ക്ലാസ് കാണുമ്പോൾ ഞാൻ കാണുന്നു. പേര് തിരിഞ്ഞു പോയതാ കേട്ടോ. ആ ശരി ശരി. ക്ലാസ് കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു മാം. ആഹാ. വായിച്ചു കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, റോഷ്നി കുഞ്ഞുമോനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ ഓരോ കാര്യങ്ങൾ. എന്താണ് ഇതിനകത്ത് പറയുന്നത് സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ? There may be individual differences so far as the language development is connected, but the order remains the same for all. അവിടെ പറയുന്നത് ഓരോ കുട്ടിയുടെയും ലാംഗ്വേജ് ഡെവലപ്മെന്റ് ചെയ്യുന്നത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിലാണ്. The general arrangements of language development is as follow. At birth, language is practically absent. അവർക്ക് ജനിക്കുമ്പോൾ പ്രത്യേകിച്ച് ലാംഗ്വേജ് ഒന്നും കാണത്തില്ല, അവർ ആബ്സെന്റ് ആയിരിക്കും. അറ്റ് അബൌട്ട് 4 weeks, സ്മാൾ ട്രോട്ട് സൗണ്ട് ആൻഡ് നോട്ടീസ്ഡ്. അത് അവര് 4 ആഴ്ചയാകുമ്പോൾ ചെറിയ സൗണ്ടുകളൊക്കെ നോട്ടീസ് ചെയ്യപ്പെടുന്നുണ്ടായിരിക്കും. The starting point in language development is the child's smile and cooing at the age of 60 weeks. 16 ആഴ്ചകളൊക്കെ ആകുമ്പോൾ അവരുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ടുള്ള ലാംഗ്വേജസ് ആയിട്ടുള്ള സ്മൈൽ ചെയ്യാൻ, പുഞ്ചിരിക്കാൻ തുടങ്ങുകയും കൂയിങ് ഒക്കെ പറയാൻ തുടങ്ങുകയൊക്കെ ചെയ്യും. അറൌണ്ട് 28 weeks, ദ ബാബ്ലിംഗ് സ്റ്റേജ് ഇൻ ബിഗിനിങ്സ്. അപ്പൊ 28 വീക്കൊക്കെ ആകുമ്പോൾ അവര് ബാബ്ലിംഗ് എന്നൊക്കെ പറയാനായിട്ട് തുടങ്ങും. Around 40 weeks, the baby imitates sound made by adults and take the sound into his own system. Now the baby says on word. 40 വീക്കൊക്കെ ആകുമ്പോഴേക്കും ബേബി അഡൾട്ടിനെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുകയും ശേഷം അവരുടേതായ രീതിയിൽ അവര് ഒരു വാക്കൊക്കെ പറയുകയും ചെയ്യും. ഒരു വാക്ക് പറയുകയും ചെയ്യും. Around 52 weeks, the baby says 2 or more വേർഡ്സ്. 52 വീക്കൊക്കെ ആകുമ്പോഴത്തേക്കും കുട്ടി 2 അതിലധികമോ വാക്കുകൾ പറയാനായിട്ട് തുടങ്ങും. Around 18 months, the baby combine words from the basic sentence pattern. 18 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് അവര് വാക്കുകളൊക്കെ പറയാനായിട്ട് സംയോജിപ്പിക്കാനായിട്ടൊക്കെ ശ്രമിക്കും. Around 24 months, the baby uses simple phrases and understands simple directions. 24 മന്തൊക്കെ ആകുമ്പോഴത്തേക്ക് ബേബി സിമ്പിൾ വാക്കുകളൊക്കെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി അവർക്ക് അവർ മനസ്സിലാക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്യും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ. Around 36 months, the child vocabulary enormously increases. Now he talks in sentence and answers simple questions. അവര് 36 മന്തൊക്കെ ആകുമ്പോഴത്തേക്ക് അവര് വൊക്കാബുലറി ആയിട്ട് അവര് ചെറുതായിട്ടൊക്കെ സംസാരിക്കാനും ഒക്കെ തുടങ്ങും. അത് ചെറിയ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ കൊടുക്കാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്യും. Around 4 years, the child uses conjunctions and understand prepositions. 4 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അവരൊരുവിധം പ്രിപ്പോസിഷനും കൺജങ്ഷനും ഒക്കെ ഉപയോഗിച്ച് ഏകദേശം സംസാരിക്കാനൊക്കെ തുടങ്ങും. Around 5 years, the child speaks without infantile ആർട്ടിക്കുലേഷൻ. അവര് 5 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് ഏകദേശം സംസാരിക്കാനൊക്കെ അവർക്ക് കഴിയും. Much of the speech pattern that the child learns the result of
substitution of others during the course of learning. It is possible that certain speech resources like omission, stuttering, stammering. പിന്നെ ഇവര് വിക്കും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ സംസാരിക്കാനും പഠിക്കാനും ഒക്കെ തുടങ്ങും. അതെ, ഓക്കെ. എല്ലാവർക്കും മനസ്സിലായോ? റോഷ്നി വായിച്ചത് ക്ലിയർ ആണോ എന്ന് തമ്പ് ചെയ്തേ. ഓക്കെ, ഇനി ഞാൻ പറയണ്ടല്ലോ, എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ ഇതിലില്ലാത്ത കുറച്ച് കാര്യങ്ങൾ തന്നത് കേട്ടോ. ഇപ്പൊ ഏകദേശം കണക്ഷൻ കിട്ടുന്നുണ്ടോ? അത് ആദ്യമേ പറഞ്ഞ കാരണം ഓക്കെ ഉണ്ട്. ഓക്കെ, അടുത്തത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ്. അത് ഒന്ന് റീഡ് ചെയ്യുക, എന്നിട്ട് ഒരാളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക കേട്ടോ. ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നതാണ് ഒരു കുട്ടിയുടെ വെച്ചിട്ട് ലാംഗ്വേജ് ഡെവലപ്മെന്റ് എങ്ങനെയാണെന്ന് കേട്ടോ. എല്ലാവരും ഒന്ന് റീഡ് ചെയ്യുക ആദ്യം, അത് കഴിഞ്ഞ് തമ്പ് ചെയ്യുക, ദെൻ ഒരാൾ എക്സ്പ്ലെയിൻ ചെയ്യുക.
ഓക്കെ, വായിച്ചോ? കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞെങ്കിൽ തമ്പ് ചെയ്യാം കേട്ടോ. ആര്യ വികാസേ, എന്താണ് വായിച്ചിട്ട് മനസ്സിലായേ? ആര്യ മനസ്സിലായത് എന്താ വായിച്ചിട്ട്? വായിച്ചിട്ട് മനസ്സിലായിരുന്നു. ആ, ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നതല്ലേ അവിടെ അത്? അതെ. എന്താ മനസ്സിലായത്, ഒന്ന് പറയാമോ? Factors influencing language development. The important factors of influence language development are the children maturity pattern, the children maturity level or more particularly is physical and motor development and influence grammatical behavior and the different age. കുട്ടികളുടെ വളർച്ച മെച്യൂരിറ്റി വളരെ ആവശ്യമാണ്. എന്നാൽ തന്നെ കുട്ടികൾക്ക് മെച്യൂരിറ്റി ലെവൽ പർട്ടിക്കുലറി ആയിരിക്കും. അതുകൊണ്ട് ഫിസിക്കലായിട്ട് ഡെവലപ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുപോലെ ജെനമാറ്റിക്കൽ ബിഹേവിയർ ആയിരിക്കും. അവർക്ക് ഡിഫറെന്റ് ഏജിലൂടെയാണ് അത് കുട്ടികളുടെ മെച്യൂരിറ്റി കടന്നു പോകുന്നത്. Around 6 months, the here parent heard here producing sound like a baba, mama, papa is development of such letters, similar sounds and chords. അപ്പം കുട്ടികളെ 6 months ഒക്കെ ഒരു സെക്കൻഡ്. ബാബ, മാമ, പാപ്പ. ബാബ്ലിംഗ് സൗണ്ട് ആണ് കേട്ടോ. ചിലപ്പോ എക്സാമിന് ചോദിക്കാം, ഇതിൽ ബാബ്ലിംഗ് സൗണ്ട് ഏതാണ്, അല്ലെങ്കിൽ മാമ, പാപ്പ എന്നത് ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം വരുന്നത് ബാബ്ലിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. മാമ, പാപ്പ, ബാബ, ഇതൊക്കെ ബാബ്ലിംഗ് ആണ്. ഓക്കെ, സ്റ്റേജ് ബാബ്ലിംഗ് ആണ് കേട്ടോ. ഓക്കെ, ഇനി വായിച്ചോളൂ. കുട്ടികൾ ഒരു 6 months ഒക്കെ 6 മാസമൊക്കെ ആകുമ്പോൾ കുട്ടികൾ സൗണ്ട് പ്രകടിപ്പിക്കുന്നത് ബാബ എന്നും മാമ എന്നും പാപ്പ എന്നുമാണ്. കുട്ടികൾ സൗണ്ട് സിമിലർ ആയിട്ട് ചെറുതായിട്ടാണ് അവര് സൗണ്ട് പ്രകടിപ്പിക്കുന്നത്. അത് കോൾഡ് ബ്രാബ്ലിംഗിലൂടെയാണ് അവര് ഇതായിട്ട് വിളിക്കുന്നത്. Anu's mother is very happy. When Anu article here first meaningful word mama. അനുവിന്റെ അമ്മ വെരി ഹാപ്പി ആയിരുന്നു. പക്ഷെ അവൻ ആദ്യമായിട്ട് വിളിച്ചിരുന്നത് മാമ എന്നാണ് സൗണ്ടിലാണ് വിളിച്ചിരുന്നത്. അറൌണ്ട് ദി ഏജ് ഓഫ് 9 months 9 മാസമൊക്കെ ആയപ്പോഴത്തേനും she had to article this word on seeing her mother. അമ്മ എന്നാണ് 9 മാസമൊക്കെ ആയപ്പോഴത്തേനും അവൻ വിളിച്ചുകൊണ്ട് ഇരുന്നത്. When a child utters of the word milk, അന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പറയുന്നത് മിൽക്ക് പാൽ എന്നതിലൂടെയും പറയുന്നുണ്ട്. വിച്ച് ക്യാരീസ് എ ഹോൾ സെന്റൻസ് ഇൻ ദി ഡിപ്പെൻഡിങ്. ചെറിയ ചെറിയ വാക്കുകൾ സെന്റൻസ് ആയിട്ട് പറയുവാനായിട്ട് സാധിക്കുന്നു. If depending on these context, it may mean that the child want milk or seafood does not want anymore. Also, where may be used name several objects. Several ആയിട്ട് പലതരത്തിലുള്ള നെയിംസ് പറയുവാനായിട്ട് സാധിക്കുന്നു. പല രീതിയിൽ പല എക്സാമ്പിളിലൂടെയും പറയാൻ സാധിക്കുന്നു. All four-legged animals may be called on bird. പലതരത്തിലുള്ള ആനിമൽസിന്റെ പേരുകൾ പറയുവാൻ സാധിക്കുന്നു. Dog eat gradually she learn
the difference and learn you to use specifically name like cow, goat and horse. പലതരത്തിലുള്ള ഗോട്ടും കാവും അങ്ങനെയുള്ള ഹോസ് അങ്ങനെയുള്ളതിലൊക്കെ പേരുകൾ പറയാൻ സാധിക്കുന്നു. 18 മാസമൊക്കെ ആകുമ്പോഴത്തേനും അനു ഹാഡ് എ വൊക്കാബുലറി, പല വാക്യങ്ങളിലൂടെ അത് പറയാൻ സാധിക്കുന്നു. ഓഫ് ദി അബൌട്ട് 50 words, 50 വാക്കുകളാണ് വൊക്കാബുലറിയിലൂടെ പറയാൻ സാധിക്കുന്നത്. On her second year's birthday, celebrated Anu, cow linked two words. അത് സെക്കൻഡ് ഇയേഴ്സിലായപ്പോഴത്തേനും അനു ഒരു സെന്റൻസ് ആയിട്ടുള്ള വാക്കുകളും പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. ലൈക്ക് മെനി ഡോൾ, പാപ്പ ഡോള്, പാപ്പ പെൻ, മമ്മ ഓഫീസ്, പാപ്പ ഓഫീസ്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വാക്കുകളും പറയാനായിട്ട് അനു സെക്കൻഡ് ബർത്ത്ഡേയിൽ പറയാൻ സാധിച്ചിട്ടുണ്ട്. That can create about 100 words. 400 വാക്കുകളാണ് പറയാൻ സാധിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് അതെങ്ങനെയാണ് ഡെവലപ്പായി വരുന്നത്, അത് ഒരു എക്സാമ്പിൾ രൂപേണ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. നമ്മളിപ്പോ വായിച്ചത് കേട്ടോ. നമുക്കൊന്നും കൂടി നോക്കാം. 6 months ആകുമ്പോൾ എന്തൊക്കെ സൗണ്ട് ആണ് കുട്ടി പ്രൊഡ്യൂസ് ചെയ്യാ? നിങ്ങളൊന്ന് പറഞ്ഞേ, ആര്യ അല്ലാതെ വേറെ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ബാബ്ലിംഗ് സൗണ്ട് ആണ്. അതുപോലെ തന്നെ കുഞ്ഞിന്റെ പ്രൈമറി കെയർ ടേക്കേഴ്സിന് സൂചിപ്പിക്കുന്ന വാക്കുകളും മാമ, പാപ്പ, ബാബ എന്നാണ് കേട്ടോ. പ്രൈമറി കെയർ ടേക്കേഴ്സിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് പറയാം എന്ത്? ബാബ, മാമ, പാപ്പ. അതാണ് ആ സൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതിനുശേഷം മീനിങ് ഫുൾ വേർഡ് ആയിട്ടുള്ള മാ, അതായത് കുഞ്ഞിനെ അറിയില്ല ഞാൻ എന്താണ് വിളിക്കുന്നതെന്ന് കറക്റ്റ് ആയിട്ട് അറിയില്ല. പക്ഷെ മാന്ന് വിളിക്കുമ്പോൾ കുഞ്ഞിന്റെ അമ്മയുടെ സന്തോഷം എത്രമാത്രം ഉണ്ടാവും. നമുക്കൊക്കെ ഓരോരുത്തർക്കും നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ്. ആദ്യമായിട്ട് നമ്മുടെ കുഞ്ഞ് നമ്മളെ അമ്മാന്നോ അല്ലെങ്കിൽ മാന്നൊക്കെ വിളിച്ചു കഴിയുമ്പോൾ നമുക്ക് എത്രമാത്രം സന്തോഷമായിട്ട് ഉണ്ടായിരിക്കാം. അപ്പോ അതിവിടെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മിൽക്ക്, അതായത് എനിക്ക് പാല് വേണം. ചിലപ്പോൾ പാല് എന്നായിരിക്കില്ല പറയുന്നത്, എനിക്ക് ഇങ്ക് വേണം എന്നായിരിക്കും പറയാ. ഓക്കെ, അങ്ങനെയായിരിക്കും ചില കുഞ്ഞുങ്ങൾ പറയാ. പക്ഷെ അത് ആ കുഞ്ഞിന് പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ആ ഒരു വേർഡിന്റെ സഹായം അവിടെ വേണം. അപ്പൊ ആ ഒരു വേർഡ്സ് ഇവിടെ കുഞ്ഞ് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ പല ഒബ്ജക്റ്റിനെയും കുഞ്ഞ് ചിലപ്പോ പേരെടുത്ത് പറയാനായിട്ട് തുടങ്ങുന്ന ഒരു കാലഘട്ടമായിരിക്കും. അതുപോലെ തന്നെ ആനിമൽസിനെ, അതായത് പട്ടി കുരക്കുമ്പോൾ അത് ഡോഗ് ആണെന്നും അതുപോലെ പൂച്ച കരയുമ്പോൾ അത് മ്യാവ് ആണെന്നും ഒക്കെ പറയാൻ, അല്ലെങ്കിൽ ആ സൗണ്ട്സ് കുഞ്ഞിനെ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതുപോലെ തന്നെ പല ജീവികളുടെ അല്ലെങ്കിൽ പല ആനിമൽസിന്റെയും പേരുകൾ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ഈ സ്റ്റേജിൽ പറഞ്ഞെന്ന് വരാം. ചിലപ്പോൾ അത് ഫുള്ളായിട്ട് പറയണം എന്നില്ല. അതിന്റെ ചില ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയോ അല്ലെങ്കിൽ അത് പകുതി രൂപേണ പറയുകയോ ചെയ്യാം. ദെൻ 18 months ആകുമ്പോഴത്തേനും എന്താണ്? വൊക്കാബുലറി ഓഫ് അബൌട്ട് 50 words, 50 വേർഡ്സുകൾ കുട്ടി പറയാനായിട്ട് ആരംഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു എന്താ പറയാ, മൈ ഡോൾ, പാപ്പ പെൻ, മാമ ഓഫീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടി പറയാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മള് ഇതുവരെ കണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓരോ സ്റ്റേജിലും, അതായത് നമ്മൾ എന്ന് ഉപയോഗിക്കുന്ന ഭാഷ, നമ്മളുടെ ഇപ്പോഴത്തെ ഭാഷ എന്ന് പറയുന്നത് നമ്മൾക്ക് ഒറ്റയടിക്ക് ഉണ്ടായി വന്നതല്ല. നമ്മള് ചെറുപ്പത്തിലേ തുടങ്ങി നമ്മൾ കളക്ട് ചെയ്ത ചില വേർഡ്സുകൾ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങൾ, നമ്മൾ കേട്ട് പരിചരിച്ച അല്ലെങ്കിൽ പരിചയം വന്ന ചില വേർഡ്സുകളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഓരോ സ്റ്റേജിലും നമ്മൾ യൂസ് ചെയ്ത് നമ്മൾ കുറെ ബുക്സുകൾ വായിച്ച് കുറെ കാര്യങ്ങളുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്ത് എൻവയൺമെന്റുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ബുക്സുകൾ വായിക്കുന്നു. ഇതിലൂടെയൊക്കെയാണ് നമ്മുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ആയി വന്നത്. പിന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ കേട്ടോ. നമ്മളുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, എഡ്യൂക്കേഷനിലൂടെയാണ് നമുക്ക് എന്ത് കിട്ടുക, പലതരത്തിലുള്ള, അതായത് നന്നായിട്ട് ഭാഷ പ്രയോഗിക്കാനായിട്ടുള്ള ഒരു കഴിവ് നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റി നമുക്ക് ഉണ്ടാവാന്നുള്ളത്. അപ്പോ എല്ലാരും മനസ്സിലാക്കുക, കുഞ്ഞ് ജനിച്ച് വീണ് തുടങ്ങുമ്പോൾ, അതായത് കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ ആദ്യം കുഞ്ഞ് കരയുണ്ടാവുക, കരയുന്നതാണ് കുഞ്ഞിന്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. അത് തുടങ്ങി ഒരു പ്രായമാകുന്ന ആളില് എത്രത്തോളം എന്താ പറയാ, എത്രത്തോളം വേർഡ്സുകൾ ഉപയോഗിക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ ലാംഗ്വേജ് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളത് അത്രയും നാള് അയാള് സ്വരൂപിച്ച് അല്ലെങ്കിൽ അയാള് കളക്ട് ചെയ്തിട്ടുള്ള വാക്കുകളുടെയും അല്ലെങ്കിൽ സമൂഹവുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് കളക്ട് ചെയ്തിട്ടുള്ള പദങ്ങളുടെ ഒക്കെ ഒരു സമാഹാരമാണ്. അതൊരു ടോട്ടൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് വേണമെങ്കിൽ
പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു നമുക്കിപ്പോ അധികം നമ്മൾ ഈ സ്റ്റേജിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കും, ഒരു 10-35 വയസ്സ് അല്ലെങ്കിൽ ഒരു 10-25 വയസ്സ് 30 വയസ്സ് എന്താ പറയാ പ്രായമുള്ള ആളുകളൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്കിപ്പോ ലാംഗ്വേജ് അത്രമാത്രം യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള സ്കിൽ ഇല്ല എങ്കിൽ ധാരാളം ബുക്സുകൾ വായിക്കുക. ഓക്കെ, ബുക്സുകൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നതാണ്, നമുക്ക് ലാംഗ്വേജ് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അത് പ്രയോഗിക്കാൻ എവിടെയാണെങ്കിലും സംസാരിക്കാനുള്ള കഴിവ് നമുക്ക് കിട്ടുന്നതാണ് അല്ലെ. നിങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബുക്സുകൾ വായിക്കുന്ന ആളുകൾ ഇതിനകത്തില്ലേ? ബുക്സ് വായിക്കുന്നതിന് മുമ്പും അത് ആഫ്റ്ററും അല്ലെങ്കിൽ ബുക്സ് വായിച്ചതിന് ശേഷവും എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്? ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വായിച്ചാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ കേട്ടോ. ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവളുടെ പേര് അശ്വതി തന്നെയാണ്, എന്റെ പേര് പോലെ തന്നെയാണ്. അവള് ബ്രാഹ്മണാണ്, ആലുവയാണ് വീട് അവളുടെ. അപ്പോ എല്ലാവരും എന്താ പറയാ, ഞങ്ങളൊരു ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയപ്പോൾ ഞങ്ങളുടെ മിസ് വന്നിട്ട് പറയും, ഒരാഴ്ച ഒരു നോവല് വായിക്കാനായിട്ട് പറയും. നോവലിന്റെ പേര് മിസ് പറയും. നോവലോ അല്ലെങ്കിൽ കഥയോ ചെറുകഥയോ അങ്ങനെയുള്ള പല കാറ്റഗറി ഓഫ് ലൈബ്രറി, ഭയങ്കര വിശാലമായിട്ടുള്ള ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു ഞങ്ങളുടെ കോളേജിൽ. അപ്പൊ ഇഷ്ടപ്പെട്ട ബുക്ക് അവിടെ നമുക്ക് എടുത്ത് വായിക്കാം. എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടാവും? എന്നെ കാണാൻ പറ്റുന്നില്ലേ? ഇല്ല കാണാം. ഓക്കെ, അപ്പൊ എത്രത്തോളം ക്വാണ്ടിറ്റി, ധാരാളം ബുക്കുകൾ ഉണ്ട്. അപ്പൊ എത്ര പേർക്ക് വേണമെങ്കിലും അവിടെ ചെന്ന് ആ ബുക്സ് കളക്ട് ചെയ്യാം. അപ്പോ മിസ് വന്നിട്ട് പറയും, അപ്പൊ തിങ്കളാഴ്ചയാണ് വന്ന് പറയുക, നിങ്ങൾ ഇന്ന ബുക്ക് ഈ ആഴ്ച വായിച്ചു തീർക്കണം, എന്നിട്ട് അതിന്റെ ഒരു സമ്മറി എഴുതാനായിട്ട് പറയും. സമ്മറി എഴുതി കഴിഞ്ഞാല് ഏറ്റവും നന്നായിട്ട് അത് വായിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു സമ്മറി എഴുതിയിട്ടുള്ള പ്രസന്റ് ചെയ്യുന്ന ആൾക്ക് ഗിഫ്റ്റ് കൊടുക്കും. അതായത് ആ ടീച്ചർ ഫോളോ ചെയ്തിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വായനാശീലം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് എല്ലാവർക്കും, അതായത് എല്ലാവർക്കും മോട്ടിവേഷൻ ആവുന്ന രീതിയിൽ ഗിഫ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ പരമാവധി എന്ത് ചെയ്യും, ആളുകൾ ബുക്സ് വായിക്കും, നന്നായിട്ട് സമ്മറി എഴുതാനായിട്ട് തുടങ്ങും അല്ലെ. അപ്പോ എന്നിട്ട് ഫസ്റ്റ്, അതായത് മിസ് ആദ്യത്തെ ക്ലാസ്സിൽ വന്നിട്ട് മിസ് പറഞ്ഞ ഒരു ബുക്ക്, മിസ്സിന്റെ പേര് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, ലില്ലി എന്നാണ് മിസ്സിന്റെ പേര് കേട്ടോ. മിസ് വന്നിട്ട് നല്ല എന്താ പറയാ, ഭയങ്കര നല്ല ഭംഗിയുള്ള മിസ്സാണ്, നല്ല കാണാനും നല്ല വെളുത്ത് നല്ല സുന്ദരിയായിട്ടുള്ള മിസ്സാ. അപ്പൊ വന്ന് പറയാണ്, നിങ്ങള് ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്ന നോവല് OV വിജയന്റെയാണ്, അതൊന്ന് വായിക്കണം, ഭയങ്കര ടഫുള്ള നോവലാണ്, അതൊന്ന് വായിക്കണം, എന്നിട്ട് അതിന്റെ സമ്മറി ഒന്ന് എഴുതിക്കൊണ്ടുവരാനായിട്ട് വന്നു. അപ്പോ ഞങ്ങള് എത്ര പേരുണ്ട്, 60 പേരുണ്ട് ഞങ്ങളാകെ. ഞങ്ങൾ വുമൻസ് കോളേജിലാണ്, ഞാൻ വുമൻസ് കോളേജിലാണ് പഠിച്ചത്. അപ്പൊ 60 പെൺകുട്ടികളുണ്ട്. പിറ്റേ ആഴ്ച തിങ്കളാഴ്ചയായി, കുറച്ചുപേരൊന്നും എഴുതിക്കൊണ്ട് വന്നില്ല, ഒരു 10-30 പേരോളമാണ് എഴുതിക്കൊണ്ട് വന്നതാകെ. ഈ 10-30 പേരിൽ നിന്ന് എല്ലാവരെയും കൊണ്ടും, അതായത് ക്ലാസ്സില് അതായത് ആ ടീച്ചറിന്റെ അടുത്ത് വിളിച്ചിട്ടാണ് ടീച്ചർ എന്ത് ചെയ്യിപ്പിക്കുന്നത്, ഈ സമ്മറി വായിപ്പിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ ഉണ്ട്, എന്തൊക്കെയാണ് ഇത്തരം ലാംഗ്വേജ് ആണല്ലോ, ഇത്രയും നല്ലൊരു നോവല് അത് നമ്മുടേതായ രീതിയിൽ സമ്മറി എഴുതിക്കൊണ്ടാണ് വരേണ്ടത്. അപ്പൊ അതിനകത്ത് ലാംഗ്വേജ് എന്ന് പറയുന്നത് നല്ല വൃത്തിയുള്ളതായിരിക്കണം, അല്ലെങ്കിൽ ആളുകൾക്ക് മനസ്സിലാക്കാനായിട്ട് പാകമുള്ളതായിരിക്കണം. അപ്പൊ പലരും പല രൂപേണയാണ് എഴുതിക്കൊണ്ടുവന്നത്. ഞാനും വായിച്ചു, എന്റെ കൂടെയുള്ള ഫ്രണ്ട്സും വായിച്ചു, പിന്നെ എന്റെ ഫ്രണ്ട് ആയിട്ടുള്ള അശ്വതി, അവളാണ് ലാസ്റ്റ് വായിച്ചത്. അങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോൾ വിജയ്, ഒരു വിന്നർ വേണമല്ലോ, വിന്നറെ പ്രഖ്യാപിച്ചു. വിന്നർ ആരായിരിക്കാം? നിങ്ങളൊന്ന് ഗസ് ചെയ്തേ, ആരായിരിക്കാം? അതായത് അവളാണ് ആദ്യം ഒന്ന് ഗിഫ്റ്റ് മേടിച്ചത്. പിന്നീടുള്ള ഓരോ പ്രാവശ്യവും മിസ് ഇങ്ങനെ പറയും, ഓരോ പ്രാവശ്യവും ഗിഫ്റ്റ് കിട്ടുന്നത് ഇവൾക്ക് മാത്രമാണ്, ഇവളെ തോപ്പിക്കാനായിട്ട് ആർക്കും പറ്റുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? നല്ല രീതിയിൽ ആൾക്കാരെ ഞാൻ പറഞ്ഞു, അവള് ബ്രാഹ്മണാണ് ഒന്നാമത്. ചെറുപ്പത്തിലേ തുടങ്ങി ധാരാളം ബുക്സുകൾ വായിക്കും, പിന്നെ സംസ്കൃതമായിട്ടുള്ള പാരായണം, അങ്ങനെയുള്ള കുറെ രാമായണം പോലുള്ള ബുക്കുകൾ, അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ വായിച്ച് അവളുടെ ആ ഒരു
ശരിക്കും പറഞ്ഞാൽ അവരുടെ ഭാഷ എന്ന് പറയുന്നത് അച്ചടി ഭാഷയാണ്, നമ്മൾ പ്രയോഗിക്കുന്ന ഭാഷയല്ല. അതായത് നമ്മൾ സംസാരിക്കുന്നത് പോലെയല്ല. എങ്ങനെയാണോ നല്ല രീതിയിലൊരു ഭാഷ പ്രയോഗിക്കാൻ നല്ല രീതിയിൽ പാണ്ഡിത്യമുള്ള ഒരാൾ എങ്ങനെയാണോ എഴുതുന്നേ, അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങളും എഴുതി വെക്കുക. അപ്പൊ അവളെ തോൽക്കാനായിട്ട് ആർക്കും പറ്റുന്നുണ്ടായില്ല. എപ്പോഴും അവള് തന്നെ. അപ്പൊ ഞാൻ അവളോട് ഒരു പ്രാവശ്യം ചോദിച്ചു ഇതെങ്ങനെയാണ്. അപ്പൊ എനിക്ക് അന്ന് എത്ര വിവരമൊന്നുമില്ല, കാരണം ഇത്രയും ബുക്കുകൾ ഇവരുടെ കൾച്ചർ എന്ന് പറയുന്നതാണല്ലോ. അതായത് അവള് വളർന്നു വന്ന ഒരു ചുറ്റുപാട്, അതുമായി ബന്ധപ്പെട്ട് അവൾക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതാണ് അവളെ ലാംഗ്വേജ് ഡെവലപ്മെന്റിലേക്ക് നയിച്ചത്. അവളുടെ അച്ഛൻ എപ്പോഴും ബുക്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ എപ്പോഴും ഇവിടെ എല്ലാ ദിവസവും വൈകുന്നേരം ലൈബ്രറിയിൽ പോയിട്ട്, അവരുടെ വീടിനടുത്തുള്ള ഒരു ലൈബ്രറി, ഒരു കൊച്ചു ലൈബ്രറിയാണ്, അവിടെ പോയിട്ട് ധാരാളം ബുക്സ് വായിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു നിനക്ക് എങ്ങനെയാണ് ഇത്ര നന്നായിട്ട് എഴുതാനായിട്ട് സാധിക്കുന്നത്? എനിക്ക് അസൂയ വരുന്നു, ഒരു പ്രാവശ്യം എന്നെ ഒന്ന് തോൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, ഞാൻ തുറന്നു പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു നീ പോയി ബുക്ക് വായിക്കും, ബുക്ക് വായിച്ചു കഴിഞ്ഞാല് നന്നായിട്ട് എന്ത് ചെയ്യും, ലാംഗ്വേജ് ഉപയോഗിക്കാനായിട്ട് കഴിയും. അത് മലയാളം മാത്രമല്ല കേട്ടോ, അവൾ ഇംഗ്ലീഷ് ബുക്സും ധാരാളം വായിക്കും, അതിന്റെ സമ്മറിയും നന്നായിട്ട് എഴുതും. ഓക്കെ, അപ്പൊ ഞാൻ ഇതുപോലെ തന്നെ ബുക്കുകൾ വായിക്കാനായിട്ടുള്ള ഒരു ശീലം അന്നേ തുടങ്ങി ആരംഭിച്ചു. പിന്നെ ബുക്കുകൾ വായിച്ചു. പിന്നെ എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് നമ്മൾ ബുക്ക് വായിക്കുന്നതിന് മുമ്പും ബുക്ക് വായിച്ചതിന് ശേഷവും നമ്മുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ആവുന്നത്. ഓക്കെ, എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പലതരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ഞാനൊരു കഥ പറഞ്ഞില്ലേ, അതുപോലെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഒരുപാട് എഴുതാൻ പറ്റും. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു നമ്മള് ലൈബ്രറി, എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ട്, പക്ഷെ ഇപ്പൊ കുറവാ. അന്നേരം മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ നമ്മൾ 7, 8 സ്റ്റാൻഡേർഡിലും ഒക്കെ പഠിക്കുമ്പോൾ, കോളേജിലൊക്കെ പഠിക്കുമ്പോഴും തരുന്ന ബുക്ക്ലെറ്റിനെക്കാട്ടി കൂടുതൽ അഡീഷണൽ ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നു എല്ലാം. അതെ, അങ്ങനെ അഡീഷണൽ ഒരു ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് സംസാരിക്കുമ്പോഴായാലും നമ്മള് എന്താ, ഇപ്പൊ ഒരാളോട് ഇപ്പൊ നമ്മൾ തർക്കിക്കുവാണെങ്കിലും നമുക്ക് പുതിയ ഭാഷയെ തർക്കിക്കും. അപ്പൊ അവര് ചോദിക്കും ഇത് എവിടുന്ന് കിട്ടുന്നതെന്ന് ചോദിക്കും. ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ പറ്റും അല്ലെ? ആളുകളുടെ മുമ്പിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള ശൈലി നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. ഞാനേ എന്റെ അനിയത്തിയായിട്ടൊക്കെ തർക്കിക്കുമ്പോ എക്സാമ്പിൾ പറഞ്ഞ് തർക്കിക്കും. അന്നേരം അവര് ചോദിക്കും എവിടുന്ന് കിട്ടുന്നെന്ന്. അതെ അല്ലേ? ഓക്കെ ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്. അപ്പൊ ഇതിന്റെ മോക്ക് ടെസ്റ്റ് ഞാൻ ഇട്ടേക്കാം കേട്ടോ. നിങ്ങൾക്ക് ഹെൽത്ത് കെയറിന്റെ കിട്ടിയായിരുന്നില്ലേ മോക്ക് ടെസ്റ്റ്? ഇട്ടേക്കാം, ഇട്ടേക്കാം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഇനി ഡിഫൻസ് മെക്കാനിസം എടുത്തിട്ടുണ്ടായിരുന്നോ? ഡിഫൻസ് മെക്കാനിസം എടുത്തായിരുന്നോ? ഇല്ല മിസ്. എടുത്തിട്ടില്ല. പാർട്ട് 2 എവിടം വരെ എത്തി? പാർട്ട് 2 3 ചാപ്റ്ററാ എടുത്തിട്ടുള്ളത്. ഒന്ന് ഇത് ലാംഗ്വേജ് ഡെവലപ്മെന്റ് അല്ലേ? വേറൊന്ന് എന്തായിരുന്നു? രണ്ടെണ്ണം ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്, സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റും. ആ പറഞ്ഞയാണല്ലോ എടുത്തിട്ടുള്ളേ. ആണ്. ഓക്കെ ഓക്കെ. ഒന്ന് മറ്റേ ആതിര മാം ഓക്കെ. ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? ഈസി ആയിരുന്നോ ചാപ്റ്റർ? തുറന്ന് പറയാട്ടോ, എന്നാലും എനിക്ക് മനസ്സിലാവുള്ളൂ. ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഡിഫൻസ് മെക്കാനിസത്തിലോട്ട് പോവാം. ചെറിയ ക്ലാസ്സിൽ ഇത് പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? സൈക്കോളജിയുമായി ബന്ധപ്പെട്ടതാണ്. കേട്ടിട്ടുണ്ടോ ഡിഫൻസ് മെക്കാനിസം? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം. ഡിഫൻസ് മെക്കാനിസം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ് ഡിഫൻസ് മെക്കാനിസവുമായി ബന്ധപ്പെട്ട് വരിക. ഓക്കെ, ആദ്യം ഫസ്റ്റ് പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിക്കുക. വായിച്ചു കഴിഞ്ഞ്, അതായത് നല്ല രീതിയിൽ മനസ്സിലാക്കി വായിക്കാം. ദെൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. വായിച്ചു കഴിയുമ്പോൾ തമ്പ് ചെയ്യാം. ഓക്കെ,
മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ആ ചോദിച്ചോ. ഞങ്ങൾക്ക് ജൂൺ മുതലൊക്കെ ടീച്ചിങ് പ്രാക്ടീസിന് പോകാൻ പറ്റുമോ ഈ ബാച്ചിലുള്ളവർക്ക്? ആ പോവാൻ പറ്റുമല്ലോ, ആണോ? പോകാം. ആണോ? ഞങ്ങളുടെ അടുത്തൊരു സ്കൂള് ചോദിച്ചപ്പോഴേ ജൂൺ മുതൽ ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒരു മെയിൽ അയച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഫീസ് അടയ്ക്കുന്ന മാമിന്റെ അടുത്ത് പറഞ്ഞാൽ മതിയായിരിക്കുമോ? ആ മതിയോ, നിങ്ങൾക്ക് ഓഫർ ലെറ്റർ തരും ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോ ഇവിടുന്ന് സ്ഥാപനത്തിൽ നിന്ന്. ആണോ? ഓക്കെ മാം. നമ്മളാണോ സ്കൂള് കണ്ടെത്തേണ്ടത്? സ്കൂള് കണ്ടെത്തണം. ഇവിടുന്ന് ഓഫർ ലെറ്റർ തരും. നിങ്ങൾ അത് എല്ലാം റെഡി ആകുമ്പോ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അതിനുള്ള കാര്യങ്ങൾ അവർ ചെയ്തു തരും. ഓക്കെ. മിസ്സേ, ഞാൻ ഇവിടെ അടുത്ത് വീടിനടുത്തൊരു സ്കൂൾ ചോദിച്ചിട്ടുണ്ട്. അവര് ഓക്കെ ആണെന്നാ പറഞ്ഞു പഠിപ്പിക്കാനായിട്ട്. ഏപ്രിൽ മാസം ആകുമ്പോ പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത്. അതെ ആ, അല്ലേ? നമുക്ക് 3 മാസത്തെ ട്രെയിനിങ് ചെയ്താൽ പോരായിരിക്കുമോ? 3 മാസത്തെ മതിയാവും. ആൾക്കാർ ചിലര് 15 ദിവസം പോകുന്നവരുണ്ട്, ചിലവർ 1 മാസം പോകുന്നവരുണ്ട്. അത് ഒരു സ്കൂളിന്റെ ഇതൊക്കെ അനുസരിച്ചിട്ടാണ്. നമ്മുടെ ഒരു സാഹചര്യം, അതുപോലെ സ്കൂളിൽ നിന്ന് എത്രയാണോ പറയുന്നത് അത് വെച്ചിട്ടാണ് തീരുമാനിക്കുന്നത് കേട്ടോ. കൂടുതൽ എന്റെ അടുത്ത് പറഞ്ഞാൽ കൂടുതൽ നാളെ നിൽക്കാം, കുഴപ്പമൊന്നുമില്ല. ആണോ? എന്റെ അടുത്ത് അവിടുത്തെ മാം ചോദിച്ചു 3 മാസം മതിയെന്ന് ചോദിച്ചു. അല്ലേ? മാം, ടീച്ചിങ് പ്രാക്ടീസ് നമുക്ക് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സിന് അങ്ങനെ എടുക്കണോ? ടീച്ചിങ് പ്രാക്ടീസ് എടുക്കണോ? എന്താണ്? ഞാൻ ഓൾറെഡി സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വേറെ സ്കൂളിൽ ടീച്ചിങ് പ്രാക്ടീസ് എടുക്കണോ? അതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓൾറെഡി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആ, അതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് കറക്റ്റ് ആയിട്ട് അതിനെ കുറിച്ച് അറിയില്ല കേട്ടോ. ജിഷു ടീച്ചറോട് ചോദിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ചെറിയൊരു എന്താ? ചെറിയൊരു CBSE സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. തീരെ ചെറുതാ, കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ. വലിയ സ്കൂളിൽ കിട്ടണമെങ്കിൽ വലിയ സ്കൂളിൽ പോയി പ്രാക്ടീസ് എടുക്കണോ? അത് കുറച്ചും കൂടി നല്ലതായിരിക്കും. നമ്മള് ഇപ്പൊ എത്ര നാളായി വർക്ക് ചെയ്യുന്നു? ഞാൻ 1 വർഷമായിട്ട് ഒരു ചെറിയ സ്കൂളിലാണ്. 30 പിള്ളേരേ ഉള്ളൂ. അവിടെ ഞാൻ 3-4 വിഷയം എടുത്തു കൊടുക്കുന്നുണ്ട്. ഹിന്ദി, സോഷ്യൽ, സയൻസ് എടുത്തു കൊടുക്കുന്നുണ്ട്. വർക്ക് ചെയ്യാണ് അവിടെ. 3-4 ടീച്ചർമാരേ ഉള്ളൂ നിലവിൽ. വേറെ സ്കൂളിൽ പോവുകയാണെങ്കിൽ അതിന്റെ എക്സ്പീരിയൻസ് വേറെ ആയിരിക്കും അല്ലേ? സാധാ എക്സ്പീരിയൻസ് വേറെ ആയിരിക്കും. അവിടെ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ആയിരിക്കും. അപ്പൊ പോകുന്നത് നല്ലതാണെന്ന് തോന്നുന്നു എനിക്ക്. നമ്മള് വലിയ സ്കൂളില് ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണം. അത് ഇങ്ങോട്ടൊന്നും തരത്തില്ല. അങ്ങോട്ട് കൊടുക്കണം നമ്മൾ പൈസ. അതൊന്നും കൊടുക്കണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് അറിയില്ല കേട്ടോ കറക്റ്റ്. അങ്ങനെയൊന്നും വേണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് നമുക്ക് ഇന്റേൺഷിപ്പ് ചോദിച്ചാൽ മതി. നമ്മൾ അറിയാവുന്നവരാണെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും നല്ലതാ. അത്രയും പെട്ടെന്ന് സെറ്റ് ആക്കി തരും. അതെ, അറിയാവുന്നവരാണെങ്കിൽ പെട്ടെന്ന് സെറ്റ് ആക്കി തരും. ഓക്കെ മാം. ഞാനൊരു സ്കൂളിൽ അബാക്കസ് പഠിപ്പിക്കുന്നുണ്ട്. അത് വലിയ സ്കൂളാണ്. അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രാക്ടീസ് തരുമായിരിക്കും അല്ലേ? നമുക്ക് ഇങ്ങോട്ട് പൈസ ഒന്നും തരത്തില്ല ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ? ഇല്ല. അപ്പോൾ ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്ന ഒരു സ്കൂള് ഇങ്ങോട്ട് സാലറി കിട്ടുന്നതാണ്. തീരെ കുറവാണ് സാലറി. അപ്പൊ അത് നിർത്തിയിട്ട് വേണം പ്രാക്ടീസിന് പോകാൻ. നമുക്ക് അവിടെ പ്രാക്ടീസ് ചെയ്താൽ ഉറപ്പായിട്ട് അവിടെ തന്നെ ജോലി തരുമോ അവര്? അതെ, ഒരു കാര്യം ചെയ്യുന്ന ജിഷ ടീച്ചറോടൊന്ന് ചോദിച്ചു നോക്കൂ. കാർത്തിക എന്നല്ലേ പേര്? കാർത്തിക. ബിനി രാജീവ്. ബിനി എന്നാ ടീച്ചറെ പേര്. ടീച്ചറിന്റെ ക്ലാസ്സിലൊന്ന് കയറുമ്പോ ഒന്ന് ചോദിച്ചു നോക്കിക്കോളൂ. ടീച്ചർക്കാണ് ഇത് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് ചോദിച്ചാൽ മതി. ഓക്കെ മാം. ഓക്കെ. ഇപ്പൊ ഒഴിവല്ലേ? ഇനി ക്ലാസ്സിൽ ഉണ്ടാവുമല്ലോ, ലൈവ് ക്ലാസ്സിൽ ഉണ്ടാവില്ലേ അവധി ആയതുകൊണ്ട്? ഉണ്ട്. എനിക്ക് 2 ദിവസം ഒരു വെക്കേഷൻ ക്ലാസ് ഉണ്ട്. അബാക്കസ് ടീച്ചറാണ് ഇത് കൂടാണ്ട്. അപ്പോൾ എനിക്ക് അബാക്കസ് ക്ലാസ്, വെക്കേഷൻ ക്ലാസ് സ്കൂളിൽ എടുക്കേണ്ടി വരും. അപ്പൊ 2 ദിവസം 3 ദിവസം സ്കൂളിൽ പോകേണ്ടി വരും. അന്നേരം എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഇടയ്ക്ക് വരുന്ന 2 ദിവസങ്ങളിലേ പറ്റത്തുള്ളൂ.
ഓക്കെ. റെക്കോർഡ് ക്ലാസ് ഞാൻ കൂടുന്നുണ്ട് മാം, എല്ലാം കൂടുന്നുണ്ട്. പിന്നെ ചിലത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന വർക്ക് നോട്ട് അങ്ങനെ എനിക്ക് എല്ലാം ഒന്നും കിട്ടണില്ല. കിട്ടുന്നില്ല? ആ നോട്ട് എഴുതിയെടുക്കാൻ പറ്റുന്നില്ലെന്നാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, നോട്ട് എനിക്ക് കിട്ടുന്നില്ല. ഗ്രൂപ്പിൽ ഒത്തിരി മെസ്സേജ് വരുന്നുണ്ട്, നോട്ട് ഇങ്ങനെ ഇടുന്ന അറിയുന്നില്ല, ഗ്രൂപ്പിലെ ഓ കിട്ടുന്നില്ല. അങ്ങനെ. ആ. PDF കിട്ടുന്നില്ല? ഇല്ല. ഓ ഓ ഓ. ആ ഒരു പ്രശ്നമുണ്ടല്ലേ? ആ ഓക്കെ. ഓഫീസുമായിട്ടൊന്ന് നേരിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യൂ. അപ്പൊ എന്നിട്ട് പറയൂ ഗ്രൂപ്പില് ഇത് കിട്ടുന്നില്ല എന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കൂ കേട്ടോ. ഓക്കെ മാം, ശരിയോ? ഓക്കെ. താങ്ക് യു. വായിച്ചു കഴിഞ്ഞെങ്കിൽ നമ്മൾ തമ്പ ചെയ്യാം. ക്ലാസ് എടുക്കുമ്പോൾ ലെക്ചർ നോട്ട് എഴുതുന്ന നോട്ടല്ലല്ലോ, അല്ലാതെ ടീച്ചേഴ്സ് നമുക്ക് നോട്ടായിട്ടൊന്നും തരുന്നില്ലല്ലോ. ഞാനിപ്പോ പറയാൻ നിൽക്കായിരുന്നു, അല്ലാതെ ഗ്രൂപ്പിലായിട്ട് ഞങ്ങൾക്ക് നോട്ട് വരുന്നൊന്നുമില്ല. അങ്ങനെ ക്ലാസ് നോട്ട് എടുക്കുമ്പോൾ വരുന്നില്ല. ഞങ്ങള് ആരെങ്കിലും ലെക്ചർ ആയിട്ട് ക്ലാസ്സിൽ എഴുതുന്നതാണ്. കയറാത്തവര് നമ്മുടെ അടുത്ത് ചോദിച്ചാൽ നമ്മൾ ലെക്ചർ നോട്ട് എഴുതുന്നത് ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കുക എന്നല്ലാതെ ടീച്ചേഴ്സ് നോട്ട് തരുന്നില്ലല്ലോ. ആ. അങ്ങനെ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ആ, PDF അവര് ഉദ്ദേശിക്കുന്നത് ടീച്ചേഴ്സ് തരുന്ന നോട്ട് കിട്ടുന്നില്ല എന്നാണോ എന്ന് എനിക്ക് ഡൗട്ട് വന്നു. ടീച്ചേഴ്സ് നോട്ടൊന്നും തരുന്നില്ല നമുക്ക്. ആ ടീച്ചേഴ്സ് നോട്ട് തരുന്നില്ല അല്ലേ ടീച്ചറെ? ഇല്ല ഇല്ല, നമ്മൾ പഠിപ്പിക്കുമ്പോൾ ലെക്ചർ നോട്ട് എഴുതുന്നതേ ഉള്ളൂ. എടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാതെ എക്സ്ട്രാ നോട്ടൊന്നും തരുന്നില്ല. ആണല്ലേ? ആ എങ്കിൽ ഞാൻ റെക്കോർഡ് ക്ലാസ് കൂടുമ്പോൾ അതിന്റെ നോട്ട് എഴുതിയെടുത്തോളാം. ഞാനത് മാം നോട്ട് തരുന്ന കിട്ടുന്നില്ല എന്നാ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഏതെങ്കിലും ഇതില് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള നോട്ട് നമ്മൾ ഇട്ട് തരും. ഓക്കെ. നമുക്ക് എന്ത് മനസ്സിലായോ അതാ നമ്മൾ ലെക്ചർ നോട്ട് എഴുതും. അപ്പൊ അതിപ്പോ എല്ലാവർക്കും വായിക്കുമ്പോൾ അതുപോലെ ക്ലിയർ ആവണമെന്നില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ആരോടെങ്കിലും ചോദിച്ചാൽ അവരിട്ട് തരും. ആ എനിക്ക് ടീച്ചർമാരിടുന്ന നോട്ട് കിട്ടിയാൽ മതി. ബാക്കി ഞാൻ ഗ്രൂപ്പിൽ റെക്കോർഡ് ക്ലാസ് കൂടുമ്പോൾ നോട്ട് എഴുതിയെടുത്തോളാം. അങ്ങനെ ഒരു നോട്ട് നമുക്കില്ല. ശരിക്കും പറഞ്ഞാൽ ടീച്ചേഴ്സ് തരുന്ന നോട്ട് നമുക്കില്ല. അല്ല മാം, നമുക്ക് വൺ വേർഡ് അല്ലേ വരുള്ളൂ. ഒത്തിരി പഠിക്കാൻ അങ്ങനെ കാണാപ്പാഠം പഠിക്കേണ്ടതായിട്ട് ഉണ്ടോ മാം? കാണാപ്പാടം അല്ല, നമ്മള് ഇത് മനസ്സിലാക്കി വെക്കുക. PDF മാത്രമല്ല പുറത്തുനിന്നും വരും. അതുകൊണ്ട് ക്ലാസ് കേൾക്കുക. ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ഒരുവിധം ഐഡിയ ഒക്കെ മനസ്സിലാകും. നിങ്ങൾക്ക് കൂടുതൽ ചിന്തിക്കാനുള്ള ഒരു എന്താ പറയാ ക്ലാസ് റൂമും കൂടിയാണ് മോണ്ടിസോറി ക്ലാസ് റൂം. കൂടുതൽ ചിന്തിക്കണം. PDF ഉദ്ദേശിക്കുന്നത് മാം, PDF നോട്ട് വിടുന്നുണ്ടോ? PDF വേറെ അങ്ങനെ നോട്ട് വിടുന്നുണ്ടോ? ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടുന്നുണ്ടല്ലോ PDF. അതിനകത്ത് നോട്ട് ഉണ്ടല്ലേ മാം? ഒത്തിരി നോട്ടുകളുണ്ട്. അത് ഫുള്ളും പഠിക്കേണ്ടതാണോ മാം? അതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഭാഗമായിട്ട് തരുന്നതാണ്. അത് ഫുള്ളും നമ്മൾ കാണാപ്പാഠം പഠിക്കണോ ഞങ്ങള്? കാണാപ്പാഠം പഠിക്കണ്ട. നമ്മള് കാണാപ്പാഠം പഠിച്ച ഒരു പരിപാടി ഇല്ല. ബൈ ഹാർട്ട് വേണ്ട. മനസ്സിലാക്കി കൊടുത്താൽ കാര്യങ്ങള് വേറെ ഒന്നുമില്ല. മനസ്സിലാക്കി മാത്രം എടുത്താൽ മതി. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ആയിട്ടാണോ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഇവിടുന്ന്, അല്ലെങ്കിൽ PDF ആയിട്ടാണോ? എങ്ങനെയാ? ടെക്സ്റ്റ് ബുക്ക് ആണ്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടോ? എല്ലാവരും വാങ്ങിക്കാൻ ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു, കയ്യിലുണ്ട് എല്ലാവരുടെയും അല്ലേ? ആ ടെക്സ്റ്റ് പുസ്തകം മനസ്സിലാക്കിയിരുന്നാ പോരെ? നമ്മൾ വേറെ PDF ആയിട്ട് ഇവിടുന്ന് നോട്ട് അങ്ങനെ വേണം വായിക്കണം എന്നില്ലല്ലോ. ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ മതി. എന്നിട്ട് റെക്കോർഡ് ക്ലാസ് കാണാം. ആവശ്യം ഇപ്പൊ വിനീത എന്നല്ലേ പേര്? വിനീത ചെയ്യേണ്ട കാര്യം എന്നുള്ളത് ഇപ്പൊ ഒരു വെപ്രാളമാണെന്ന് തോന്നണല്ലേ? ആദ്യമായിട്ട് കയറുന്നതുകൊണ്ടാണ് ഇങ്ങനെ? ടെൻഷൻ ഉണ്ടോ? ഞാൻ ആദ്യമായിട്ട് കയറുന്ന ഇപ്പൊ ഈ വെക്കേഷൻ ടൈമിൽ കയറാൻ പറ്റിയ, അതുകൊണ്ട് ടെൻഷൻ ഇല്ല മാം. എനിക്ക് എന്താണൊക്കെ മൊത്തം ക്ലാസ്സിൽ എന്താണ് പറഞ്ഞതെന്നൊന്നും എനിക്ക് അങ്ങനെ എല്ലാ ക്ലാസ്സുകളും കിട്ടിയിട്ടുണ്ടോന്ന് അറിയില്ല. ഇടയ്ക്ക് വിട്ടുപോയിട്ടുണ്ടോന്ന് അറിയില്ല. അതുകൊണ്ട് ചോദിച്ച മാമിനോട്. അത് റെക്കോർഡ് ക്ലാസ് ഓരോരുത്തരുടെയും ഇരുന്ന് കാണാൻ, എന്നിട്ട് അതിൽ നിന്ന് ആവശ്യമായിട്ടുള്ള നോട്ടുകൾ എഴുതിയെടുക്കും. ഞങ്ങൾ പറയുമ്പോൾ ലെക്ചർ നോട്ടായിട്ട് നോട്ട് എഴുതിയെടുക്കുക. അല്ലാതെ എക്സ്ട്രാ നോട്ടൊന്നും ഒരു ഇതിലും ഇതുവരെ കൊടുത്തിട്ടില്ല. ഓക്കെ, ഒരു ബാച്ച് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് മാത്രമല്ല ആർക്കും തന്നെ എക്സ്ട്രാ നോട്ടൊന്നും കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക, അതിന്റെ നോട്ട്സ് എഴുതാം, പിന്നെ ക്ലാസ് കാണാം, ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ മാം. ഇത് ഡിസംബർ ആകുമ്പോഴത്തേനും നമുക്ക് ഇത് നേരിട്ട് ക്ലാസ് ഉണ്ടോ മാം? ഇതിന് ട്രെയിനിങ് വല്ലതും ഉണ്ടോ? നേരിട്ടുള്ള ട്രെയിനിങ് ഉണ്ടോ? പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ട്. പ്രാക്ടിക്കൽ ക്ലാസ്സിന്റെ സമയമാകുമ്പോൾ നിങ്ങളോട് പറയും. പ്രാക്ടിക്കൽസിന് വന്ന് എത്തിച്ചേരാൻ പറ്റുന്നവർ എത്തിച്ചേരുക. ഓക്കെ, അത് നമ്മുടെ ഈ മൊഡ്യൂൾ 1 കഴിഞ്ഞിട്ടാണ് പ്രാക്ടിക്കൽസ് തുടങ്ങുക. ആ സമയത്താണ് പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടാവുക കേട്ടോ. ലാസ്റ്റ് ടൈമിൽ അവസാനത്തെ ഒരു 2 മാസം ആ ഒരു സമയത്താണ്. അതിനകത്ത് ഏതെങ്കിലും ഒരു ഡേറ്റ് വെക്കും നിങ്ങൾക്ക്, അപ്പൊ ഇവിടെ വരിക. നവംബർ ഡിസംബർ ആയിരിക്കും. ഇത് ഡിസംബറിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നവംബർ ഡിസംബർ ആയിരിക്കും വരുന്നത് അല്ലേ?
അത്രയും വേണ്ട, ചിലപ്പോ ഒരു ഒക്ടോബറിലൊക്കെ ആവും. ഒക്ടോബറൊക്കെ ആവുമ്പോ ഏകദേശം തീരും. ആണല്ലേ മാം? ഇത് 12 മാസം ഇല്ലല്ലേ മാം? ഇത് എത്ര മാസം ഉണ്ട് ഈ കോഴ്സ്? ഇത് 10 മാസമാണ് ആകെ. 10 മാസമാണ് ഈ കോഴ്സ്. അപ്പോൾ ഈ നവംബർ ഡിസംബർ ആകത്തില്ല, അതിനിപ്പുറം തീരുമല്ലേ മാം? മുമ്പ് തീരും കേട്ടോ. ഓക്കെ, ഓക്കെ. നമുക്ക് ബാച്ച് തുടങ്ങിയത് എന്നാണോ അതിന് ഒരു 1-2 മാസം മുമ്പ് ഇത് തീരും എന്തായാലും. അങ്ങനെയാണ് നമുക്ക് ക്ലാസ്സിന്റെ ഇതനുസരിച്ചിട്ട് വേണം നോക്കാൻ. ഇപ്പൊ പറയാൻ പറ്റില്ല, ഇതനുസരിച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ എല്ലാവരും പാസ്സായ എല്ലാവരും സ്കൂളില് വിളിച്ചു പറഞ്ഞ് ജോലി ലഭിക്കും അല്ലേ? അതെ അതെ, എല്ലാവർക്കും അവരുടെ, അതായത് ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ്. എത്രത്തോളം നമ്മള് ഈ കോഴ്സിൽ നമ്മൾ പഠിച്ചു, നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ട്, നമുക്ക് എത്രത്തോളം എബിലിറ്റി ഉണ്ട് പ്രസന്റ് ചെയ്യാൻ, അതിനൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മളെ സ്കൂള് തേടി വരിക. ഇങ്ങോട്ട് നമുക്ക് ഓഫർ കിട്ടും, നമ്മൾ അങ്ങോട്ട് തേടി ചെല്ലാം. ടീച്ചിങ് പ്രാക്ടീസിന് പോയി കഴിഞ്ഞാല് അവരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവര് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ എത്രത്തോളം രീതിയിൽ പ്രസന്റ് ചെയ്യുക, എത്രത്തോളം രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ കാര്യം. ഓക്കെ, നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, നമ്മള് പഠിക്കുന്ന കാര്യങ്ങള്. ഇപ്പൊ മോണ്ടിസോറി മെത്തേഡിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ വേറെ ധാരാളം ചാപ്റ്ററുകളുണ്ട്, അതിനകത്ത് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി. അതൊക്കെ നമുക്ക് ഇവിടെ ഹെൽപ്ഫുൾ ആകും. നമ്മൾ പഠിപ്പിക്കുന്ന സ്ഥലത്ത് നമുക്ക് സഹായകരമാവും കേട്ടോ. അങ്ങനെയാണ് പോവാ. LKG UKG 1 ക്ലാസ്സിലല്ലേ നമുക്ക് കയറാൻ പറ്റുള്ളൂ? അത് കഴിഞ്ഞ് 4ാം ക്ലാസ് വരെ ഒന്നും പഠിപ്പിക്കത്തില്ലല്ലോ? എന്താണ്? LKG UKG 1ാം ക്ലാസ് വരെ നമുക്ക് പഠിപ്പിക്കത്തുള്ളൂ? 4ാം ക്ലാസ് വരെ പോവാല്ലോ, അങ്ങനെ ഉണ്ടല്ലോ, അതിനൊന്നും യാതൊരു പ്രശ്നമില്ല. ആണല്ലേ? അപ്പൊ LKG UKG അല്ലേ പറ്റുള്ളൂ മാം? എന്താണ്? മോണ്ടിസറി TTCക്ക് LKG UKG അല്ലേ പറ്റുള്ളൂ? അങ്ങനെയുണ്ട്, നോക്കാം നമുക്ക് എങ്ങനെയാണ്. നിങ്ങൾ ടീച്ചറോട് ചോദിച്ചോളൂ കേട്ടോ, ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് കറക്റ്റ് അറിയില്ല. ടീച്ചറോട് ചോദിച്ചോളൂ. ടീച്ചർ പറഞ്ഞായിരുന്നു 4 വരെ നമുക്ക് പറ്റുമെന്ന് ഇന്നാള് പറഞ്ഞായിരുന്നു. 4 വരെ പറ്റും, അങ്ങനെയാണ് ഞാൻ 4 വരെ പഠിപ്പിക്കാൻ എനിക്ക് ഈയിടെ ഒരു സ്കൂളിൽ കിട്ടുമായിരുന്നു ടീച്ചറെ. അപ്പം എനിക്ക് സർട്ടിഫിക്കറ്റ് ഇല്ലല്ലോ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുവാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്നേരം അവിടെ ഈ OSSC പേര് ചേർക്കണം, TTCയുടെ നമ്പർ കാണിക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്നെ സ്കൂളിൽ എടുക്കാതിരുന്നാലേ എന്നെ എടുത്തു പോയേനെ. ഞാൻ അതിന്റെ സർട്ടിഫിക്കറ്റ് TTCയുടെ കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനിപ്പുറം എന്നെ എടുത്തുമായിരുന്നേ. അപ്പൊ അങ്ങനെ ഇനിയിപ്പോ ഇത് നമ്മൾ പഠിച്ചു തീരുമ്പോൾ എനിക്ക് ആ സ്കൂളിൽ അങ്ങനെ കിട്ടുമോ? ആ നമ്പർ അങ്ങനെ കാണിക്കാൻ ഈ നമ്മുടെ ഈ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റിൽ ആ നമ്പർ കാണിച്ചാൽ പറ്റുമോ 4 വരെ പഠിപ്പിക്കാൻ? പറ്റുമായിരിക്കും, അത് ഡീറ്റെയിൽ ആയിട്ട് അവരോട് ചോദിക്കണം കറക്റ്റ് ആയിട്ട് എങ്ങനെയാണെന്ന്. ചിലപ്പോ പറ്റുമായിരിക്കും. ഇത് TTC പോലത്തെ TTC ആണെന്ന് പറയാൻ പറ്റുമോ മാം? പണ്ടത്തെ TTCയുടെ TTC ആണ്, മോണ്ടിസോറി. അത് തന്നെ, ടീച്ചിങ് തന്നെയാണ് അത് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ 4ാം ക്ലാസ് വരെ പഠിപ്പിക്കത്തില്ലായിരിക്കും എന്ന് ഓർത്തിരിക്കുവായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ സ്കൂളില്ലേ, അത് ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയം ഉള്ള സ്കൂളാണ്. 4ാം ക്ലാസ് വരെയുള്ള സ്കൂളാണ്. അപ്പൊ അവിടുത്തെ ഒരു മിനി മിസ്സിനോട് എന്റെ മിസ് പറഞ്ഞു, അവിടെ തന്നെ മോണ്ടിസോറി സ്കൂൾ ടീച്ചേഴ്സിനെ പഠിപ്പിക്കുന്നുണ്ട്, പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട് ആ സ്കൂളിൽ തന്നെ. അപ്പൊ അവര് കുഴപ്പമില്ല. എന്റെ മോൾ പഠിക്കുന്ന സ്കൂളായതുകൊണ്ട് മോൾ അവിടെ മാറി. അപ്പൊ 1ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ മാറി, വേറെ സ്കൂളിലോട്ടായി. അപ്പൊ അവിടെ തന്നെ ടീച്ചർ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ടീച്ചർ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല, നല്ല കോഴ്സാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പ്രാക്ടീസിന് എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. മാം, എനിക്ക് വേറെ പ്രാക്ടീസിന് പോയാൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. പ്രാക്ടീസ് ഇല്ലെങ്കിൽ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ ഈ പ്രാക്ടീസ് വേണം നിർബന്ധമുണ്ടോ നമുക്ക്? ഇപ്പൊ പോയിട്ട് തന്നെ പോയാൽ പ്രശ്നമില്ല. ധാരാളം ടീച്ചർമാരൊക്കെയുള്ള സ്റ്റുഡൻസ് വേറെയും ബാച്ചുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരൊന്നും പോയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വൈകിട്ട് ടൈമിലൊക്കെ ചോദിക്കും, ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് വേറെയാണ്. അതുകൊണ്ടാണ്, രണ്ടും തമ്മിൽ ഡിഫറെന്റ് ആണല്ലോ. നമ്മൾ ജോലി ചെയ്യുന്ന ടീച്ചറായിട്ടാണെങ്കിലും നമ്മൾ സ്ഥിരമായിട്ടാണല്ലോ ഒരു സ്ഥലത്ത് പോകുന്നത്. വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ ഡിഫറൻസ് ഉണ്ടാവുക? അതിന് വേണ്ടിയിട്ട് നല്ലതായിരിക്കും. അതും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിർബന്ധമില്ല കേട്ടോ. ഈ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ നമ്മളെ ഏത് സ്കൂളിലും കയറ്റത്തില്ലേ? അതെ അതെ. സ്കൂളിൽ തന്നെ പോകണമെന്നുണ്ടോ? ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ തന്നെ പോകണമെന്നുണ്ടോ? ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ തന്നെ പോകണമെന്നുണ്ടോ പ്രാക്ടീസിന്? ഇംഗ്ലീഷ് മീഡിയം ആവാം, സ്റ്റേറ്റ് സ്കൂളിൽ പോകുന്നവരുണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനാണ്. ഏത് സ്കൂളിൽ അങ്ങനെ പോകുന്നവരുണ്ട്. CBSE ആവാം, സ്റ്റേറ്റ് ആവാം, പിന്നെ അതുപോലെ എയ്ഡഡ് ആകാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്കൂളിൽ നമ്മളെ പഠിപ്പിക്കണോ?
നമ്മൾ പഠിക്കണം, നമ്മൾ ടീച്ചിങ് മാനുവലൊക്കെ റെഡിയാക്കണം. അങ്ങനെയാണ് ടീച്ചിങ് മാനുവലൊക്കെ റെഡിയാക്കിയിട്ടാണ് കൊണ്ടുപോവുക. അവര് പറയും നമ്മളോട് ടീച്ചിങ് മാനുവൽ ഒരു വീക്കില് ടീച്ചിങ് മാനുവലൊക്കെ റെഡിയാക്കാനായിട്ട് പറയും. അതനുസരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവിടെ പഠിപ്പിക്കുക. നമ്മൾ സബ്ജക്റ്റ് ഒക്കെ വെച്ചിട്ട് വിഷയങ്ങൾ അതൊക്കെ വെച്ചിട്ടായിരിക്കും പഠിപ്പിക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇതനുസരിച്ചിട്ടാണ്. ആ സമയമാകുമ്പോൾ ചോദിച്ചാൽ മതി കറക്റ്റ് ആയിട്ട്. നിങ്ങൾ അന്വേഷിക്കും. ഇപ്പൊ ഇനി 2 മാസം ഉണ്ടാവില്ലല്ലോ, എന്തായാലും സ്കൂൾ അവധിയല്ലേ. ഇനി ജൂൺ തുടങ്ങി തുടങ്ങാം. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജിഷ് ടീച്ചറോട് ചോദിക്കൂ കേട്ടോ. ടീച്ചിങ് പ്രാക്ടീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് ജിഷ് ടീച്ചറോട് നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ജിഷ് ടീച്ചർ പറഞ്ഞുതരും. ഇപ്പൊ ഞാൻ ഏതാ വരുന്നേ? വെള്ളിയാഴ്ചയാണോ? നാളെയാണ്. കേറുമ്പോ നാളെ വീണ്ടും ഒന്ന് കയറി നോക്കും. എന്നിട്ട് ഡൗട്ട് ഉള്ളത് ഒന്ന് ക്ലാരിഫൈ ചെയ്യൂ കേട്ടോ. ഓക്കെ, എനിക്ക് ഇത്രേ അറിയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് സമയം പോയി. എനിക്കിപ്പോ വൈവ അറ്റൻഡ് ചെയ്യണം. മെക്കാനിസം അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം കേട്ടോ. അപ്പൊ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ച്. ഇൻട്രൊഡക്ഷൻ വായിച്ചോ? നിങ്ങൾ ഇൻട്രൊഡക്ഷൻ വായിച്ചോ? അതായത് ഒരു സെന്റൻസ് പറഞ്ഞുതരാം. അതായത് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മള് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സ് തളർന്നിരിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവര് നമ്മളെ പരിഹസിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സ് എന്ത് ചെയ്യും? എന്തായിരിക്കും ഉണ്ടാവുക? ഒരാള് നമ്മളെ പരിഹസിച്ചാലോ, അല്ലെങ്കിൽ ഒരാള് നമ്മുടെ വേണ്ടപ്പെട്ട ഒരു ആള് പെട്ടെന്ന് മരിച്ചാലോ, അല്ലെങ്കിൽ ഒരാള് നമ്മൾ ചതിക്കുവാണെങ്കിലോ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും ഉണ്ടാവുക? സങ്കടം. നമ്മുടെ ഭയങ്കര വിഷമം ഉണ്ടാവും അല്ലെ, സങ്കടം ഉണ്ടായിരിക്കും അല്ലെ. അത് കുറെ നാളത്തേക്ക് ഉണ്ടാവുമോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പോവോ? എങ്ങനെയാ ഉണ്ടാവുക? കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുള്ളൂ അല്ലെ. ഒരാൾ മരിച്ചു, വേണ്ടപ്പെട്ട നമുക്ക് ക്ലോസ് ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലോ അത് കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് അത് നമ്മുടെ മനസ്സ് സാധാരണ നിലയിലേക്കാവും അല്ലെ. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ മനസ്സിനെ പ്രതിരോധിക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമങ്ങൾ വന്നാലോ, എന്തെങ്കിലും സങ്കടങ്ങൾ വന്നാലോ, അല്ലെങ്കിൽ താങ്ങാൻ പറ്റാത്ത എന്തെങ്കിലും ദുഃഖങ്ങൾ വന്നാലോ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ചില പ്രതിരോധ തന്ത്രങ്ങളുണ്ട്. ഈ പ്രതിരോധ തന്ത്രങ്ങളെയാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. പിടികിട്ടിയോ? ഓക്കെ ആണോ? കൂടുതൽ കാര്യങ്ങൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. അതായത് നമ്മുടെ മനസ്സിന് എന്തെങ്കിലും വിഷമങ്ങൾ വന്നാല്, അല്ലെങ്കിൽ താങ്ങാൻ പറ്റാത്ത ദുഃഖങ്ങൾ വന്നാല്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഫെയിലിയേഴ്സ് ഉണ്ടായാല് നമ്മുടെ മനസ്സ് എന്ത് ചെയ്യും? വിഷമിക്കും അല്ലെ. ഇങ്ങനെ വിഷമിക്കുമ്പോൾ അത് കുറച്ച് നാളത്തേക്ക്, അല്ലെങ്കിൽ അത് കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ അത് എന്തുകൊണ്ട്? അതിന് കാരണം നമ്മുടെ മനസ്സ് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ചില തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നു. ഇതിനെ നമുക്ക് എന്ത് പറയാം? ഡിഫൻസ് മെക്കാനിസം എന്ന് പറയാം. ഓക്കെ, ഇതൊരൊറ്റ വാക്കിലാണ് ഞാൻ പറഞ്ഞത്. കൂടുതൽ എക്സാമ്പിൾസും കൂടുതൽ കാര്യങ്ങളും ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പൊ നമുക്ക് കൂടുതൽ ഒന്നും കൂടി ക്ലിയർ ആവും. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. സൈൻ ഔട്ട് ഉണ്ടോ? ഞാൻ പറഞ്ഞോളൂ കേട്ടോ. ഗുഡ് മോർണിംഗ് മാം ആൻഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഞാൻ തനീജയാണ് ഇന്ന് സൈൻ ഔട്ട് ചെയ്യുന്നത്. ഇന്ന് മാം പഠിപ്പിച്ചത് സീക്വൻസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ്. അതിൽ തന്നെ ഓരോ സ്റ്റേജിലും ഒരു കുട്ടിയുടെ ലാംഗ്വേജ് എങ്ങനെയൊക്കെയാണ് ഡെവലപ്മെൻറ്റ് ആവുന്നത് എന്ന് വിശദമായിട്ട് തന്നെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എന്നെപ്പോലെ തന്നെ ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് മാം ക്ലാസ് എടുത്ത അശ്വതി മാമിനും ക്ലാസ് ശ്രദ്ധയോടെ കേട്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു മാം. Thank you so much. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.